ഹലോ സ്റ്റുഡൻസ്, എജുമി NOSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ഒക്ടോബറിലെ NOSന്റെ എക്സാം അടുത്തൂലേ, ഇത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ആകെ കുറഞ്ഞ ദിവസങ്ങളെ നമ്മളെ മുമ്പിലുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് എങ്ങനെ ഓരോ വിഷയങ്ങളും പഠിച്ചെടുക്കാം എന്നുള്ള വിഷയമായിട്ടാണ് നമ്മൾ ഇന്ന് മുതൽ ഓരോ വീഡിയോയിലും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് എന്നുള്ള ചില കാര്യങ്ങളായിരിക്കും നമ്മൾ വരുന്ന വീഡിയോയിലൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സമയത്താണ് നമ്മൾ ടിക്കലിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ഓരോ കുട്ടികളും അത് ചെക്ക് ചെയ്യണം. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുന്ന വീഡിയോയിലൊക്കെ നമ്മൾ അറിയിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് താഴെ കാണുന്ന എജുമിയുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. NASന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് ഒന്നിച്ചിരുന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹിസ്റ്ററി, അതായത് ഹ്യൂമാനിറ്റി സ്ട്രീമിലുള്ള ഹിസ്റ്ററികളെ സിലബസ് ഓവർവ്യൂ, എന്തൊക്കെയാണ് ഹിസ്റ്ററിയിൽ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ. TMA ആണെങ്കിലും അതേപോലെ തന്നെ എക്സാമിനാണെങ്കിലും ഏതൊക്കെ വിഷയങ്ങൾ നമ്മൾ കവർ ചെയ്യണം എന്നുള്ള ഒരു വിശദമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്കാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹിസ്റ്ററി എന്ന സബ്ജക്റ്റിന്റെ കുറിച്ചിട്ടാണ്. ഹിസ്റ്ററിയുടെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി സിലബസ് ഹാസ് എ ടോട്ടൽ 32 ലെസൺസ്. ഏകദേശം 32ഓളം ലെസൺസ് ആണ് ഹിസ്റ്ററിയിലുള്ളത്. 32ഓളം ലെസൺസ് ആണുള്ളത് അല്ലേ. നോക്കാം നമുക്ക്. ഔട്ട് ഓഫ് ദീസ്, ഈ 32 12 ലെസൺസ് ആർ ഇൻക്ലൂഡിങ് TMA, ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ്സ് ആണ്. ശേഷം ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ 12 ടോപ്പിക്സ് TMAയിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണ്ട, അത് നമ്മൾ പഠിക്കണ്ട, അത് നമ്മൾ അസൈൻമെന്റ് ആയിട്ട് കൊടുക്കുമല്ലോ. അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട. പിന്നെന്താണ്, വിച്ച് ക്യാരി 40% ഓഫ് മാർക്സ് അല്ലേ. നമുക്ക് 100% നിന്ന് 40% TMAയിലൂടെ നമ്മൾ പോകുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബാക്കിയുള്ള 20 ലെസൺസ് അല്ലെ, 32 ലെസൺസ് ആണ് ടോട്ടൽ ഉള്ളത്. അതിൽ 12 ലെസൺസ് TMAയിലാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള 20 ലെസൺസ് ടേം ആൻഡ് എക്സാമിനേഷൻസിലാണ് വരിക, വിച്ച് ക്യാരീസ് 60% മാർക്ക്. അതെന്തുണ്ട്, 60% മാർക്ക് ഉണ്ട് അല്ലേ. ദാറ്റ് മീൻസ് നിങ്ങൾ നോക്ക്, യുവർ പ്രയോറിറ്റി ഷുഡ് ബി 20 ടേം എക്സാംസ് അല്ലേ. ഈ 20 ടോപ്പിക്കിലായിരിക്കണം നിങ്ങളുടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നൽകേണ്ടത്. ഈ 20 ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 60% മാർക്ക് നിങ്ങൾക്ക് എഴുതിയിട്ട് തന്നെ നേടാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയത്തിലേക്ക് നോക്കണം, സിലബസിലേക്ക് നോക്കണം അല്ലേ. ഓക്കെ, നമുക്ക് എത്ര മൊഡ്യൂളാണുള്ളത്? 6 മൊഡ്യൂൾസ് ആണുള്ളത്. 6 മൊഡ്യൂളുകളാണുള്ളത്. ഒന്നാമത് ഏൻഷ്യന്റ് ഇന്ത്യ, രണ്ടാമത് മിഡീവൽ ഇന്ത്യ, തേർഡ് മോഡേൺ ഇന്ത്യ, 4 ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ആൻഡ് കണ്ടംപററി ഇന്ത്യ, 5 20th സെഞ്ചുറി വേൾഡ്, 6 എവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഓർ കൾച്ചർ ഇൻ ഇന്ത്യ. ഇങ്ങനെ 6 മൊഡ്യൂളുകളായിട്ടാണ് നമുക്ക് ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത് അല്ലേ. ഈ 6 മൊഡ്യൂളുകളിൽ നിന്നും TMAയിൽ വരുന്ന ചില സബ്ജക്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷൻസ് അതിൽ വരുന്ന ചില ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. TMAയിൽ വരുന്നതാണ്. ആദ്യം നമുക്ക് ഏൻഷ്യന്റ് ഇന്ത്യ നോക്കാം. ഏൻഷ്യന്റ് ഇന്ത്യ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ TMAക്ക് വരുന്നതാണ് ഇന്ത്യയുടെ ഒറിജിൻ എങ്ങനെയാണല്ലേ. ഏൻഷ്യന്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യയുടെ പഴയകാല ചരിത്രത്തെ കുറിച്ച് പറയുന്നതാണല്ലോ അല്ലേ. നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സിലബസ് ഓവർവ്യൂവും അടുത്ത ഇങ്ങനെ ഓരോ വീഡിയോസിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സബ് ടോപ്പിക്സ് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത വീഡിയോ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾ താഴെ കാണുന്ന കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ഒറിജിൻസ് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്, ജോഗ്രഫി, അതേപോലെ തന്നെ ഇന്ത്യ 1200 വർഷം വരെ എങ്ങനെയായിരുന്നു എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. അത് TMAക്ക് ഉള്ളതാട്ടോ. ഇനി എക്സാമിനാണെങ്കിലോ, എക്സാമിന് ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വേദിക് ഏജ്, മുമ്പുള്ള കാലത്തെ കുറിച്ചാണ്. മൗര്യൻ എംപയർ, ഗുപ്ത പീരീഡ്, ഇവരെയൊക്കെ കാലഘട്ടത്തെ കുറിച്ചാണ് എന്ത് പറയുന്നത്, എക്സാമിനേഷനുള്ള ടോപ്പിക്കിലുള്ളത്. അതാണ് അവിടെ പറഞ്ഞത്. പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെന്റ്സ്, അതേപോലെ തന്നെ ഗുപ്താസിന്റെ പീരീഡ് AD 300 to AD 750 വരെയാണ് ഗുപ്ത അല്ലേ, അവരുടെ പീരീഡ് ഒക്കെ. അതുപോലെ ഹാരപ്പൻ സിവിലൈസേഷൻ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഈ ഒരു ടോപ്പിക്, ഇത് വേദിക് ഏജ്, ഇങ്ങനെയുള്ള 4 ടോപ്പിക്സ് ആണ് നമ്മൾ കാര്യമായിട്ട് എക്സാമിന് കവർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് മിഡീവൽ ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മിഡീവൽ ഇന്ത്യ ഇതേപോലെ തന്നെയാണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ്, ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സ് ആണ്. അപ്പോൾ അത് നമുക്ക് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഏതൊക്കെയാണ് ടോപ്പിക്സ് ഉള്ളത്, എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് എക്സ്പെൻഷൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് അല്ലേ. ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയാതെ ഇന്ത്യൻ ഹിസ്റ്ററി ഒന്നുമല്ല അല്ലെ, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഡൽഹി സുൽത്താനേറ്റ് ഒക്കെ. അപ്പൊ അതെന്തൊക്കെയാണ്, അതേപോലെ തന്നെ മുഗൾ റോളിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നുള്ളതാണ് വിഷയങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ.
ഇന്ത്യയിലുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ മിഡീവൽ ഇന്ത്യ ആണല്ലോ അല്ലെ, ഏറ്റവും പഴയ കാലഘട്ടത്തല്ല ഏറ്റവും പുതിയ കാലഘട്ടത്തല്ല, രണ്ടിന്റെ ഇടയ്ക്കുള്ള മിഡീവൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത്. അതേപോലെ തന്നെ കൾച്ചറൽ ഡെവലപ്മെന്റ്സ് ഇൻ മിഡീവൽ ഇന്ത്യ. ഓരോ കാലഘട്ടത്തിലെയും കൾച്ചറൽ ഡെവലപ്മെന്റ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതേപോലെ തന്നെ മിഡീവൽ ഇന്ത്യയിലുള്ള കൾച്ചറൽ ഡെവലപ്മെന്റും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ഓർത്തു വെക്കുക. ഇനി മൂന്നാമത്തെ ഒരു ടോപ്പിക്കാണ് മോഡേൺ ഇന്ത്യ അല്ലെ. നമ്മൾ ആദ്യം ഏൻഷ്യന്റ് ഇന്ത്യ പറഞ്ഞു, ഏൻഷ്യന്റ് ഇന്ത്യയിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ പറഞ്ഞു. പിന്നെയാണ് മിഡീവൽ ഇന്ത്യ അല്ലെ, ഏൻഷ്യന്റ് കഴിഞ്ഞാൽ പിന്നെ മിഡീവൽ ആണല്ലോ അല്ലെ, അതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി മോഡേൺ ഇന്ത്യ, ഏതാണ് മോഡേൺ ഇന്ത്യ, ആ കാലഘട്ടം എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഇത് TMA യിലാണ് വരുന്നത് അല്ലെ. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ മോഡേൺ ഇന്ത്യയിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഡേൺ ഇന്ത്യയിലെ ടോപ്പിക്സ് കാര്യമായിട്ട് വരുന്നത് എന്താണ്, ബ്രിട്ടീഷ് റൂൾ ആണ് അല്ലെ. ബ്രിട്ടീഷ് റൂൾസ്, അതേപോലെ തന്നെ സോഷ്യൽ എക്കണോമിക് ചേഞ്ചസ്, ആ സമയത്ത് ഉണ്ടായിരുന്ന സാമ്പത്തിക മാറ്റങ്ങളെ കുറിച്ചിട്ട്, അതേപോലെ റെസിസ്റ്റൻസ് മൂവ്മെന്റ്സ് അല്ലെ. പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടതാണ് റിവോൾട്ട് ഓഫ് 1857 ആണ് അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കലാപമാണ് 1857 ഉണ്ടായിരുന്നത് അല്ലെ, ബ്രിട്ടീഷറായിട്ടുള്ള. അതേപോലെ റിഫോംസ് ബൈ രാജാറാം മോഹൻ റോയ് അല്ലെ. രാജാറാം മോഹൻ റോയിന്റെ വലിയ വലിയ റിഫോംസുകൾ ഇന്ത്യയിൽ നേരിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പ്രചോദനമായിട്ടുണ്ട്. അപ്പൊ അത്രത്തോളമുള്ള ചില റിഫോംസ്, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ചേഞ്ചസ് അല്ലെ, ഒരുപാട് ഇൻഡസ്ട്രിയൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ സമയത്ത്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ മോഡേൺ ഇന്ത്യയിൽ ചർച്ച ചെയ്യാനുള്ളത്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് അല്ലെ, അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യക്ക് ശേഷമാണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ആൻഡ് കണ്ടംപററി ഇന്ത്യ അല്ലെ. നിലവിലുള്ള ഇന്ത്യയുടെ കണ്ടംപററി ഇന്ത്യ, അറ്റ് പ്രസന്റ് നിലവിലുള്ള ഇന്ത്യന്റെ സിറ്റുവേഷൻസും, അതേപോലെ തന്നെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ കാലഘട്ടത്തിലുള്ള ഇന്ത്യന്റെ നാഷണൽ മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടുള്ള ചില ചർച്ചകളാണ് ഇതിൽ വരുന്നത്. അതെന്തൊക്കെയാണ് വരുന്നത് ടോപ്പിക്സ് നോക്കാം നമുക്ക്. ഗ്രോത്ത് ഓഫ് നാഷണലിസം അല്ലെ. നാഷണലിസം എന്നുള്ള ആശയം എങ്ങനെയാണ്, അതിന്റെ ഒരു വളർച്ച, അതിന്റെ ഒരു ഘട്ടം എങ്ങനെയാണ്, അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്തൊക്കെയുണ്ട്, ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് അതിൽ. അതേപോലെ തന്നെ ഡെമോക്രസി എന്നുള്ള വിഷയം അല്ലെ, ഇന്ത്യൻ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയുന്നതും എങ്ങനെയാണ് ആ ഡെമോക്രാറ്റിക് കൺട്രിയിലേക്ക് എത്തിയെന്നുള്ള ചില ആശയങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ, അതേപോലെ തന്നെ ഗാന്ധിയുടെ റോള്, നെഹ്റുവിന്റെ റോള് എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്കാണ്, അഞ്ചാമത്തെ ടോപ്പിക്കാണ് 20th സെഞ്ചുറി വേൾഡ് അല്ലെ. അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. 20ാം നൂറ്റാണ്ടിലെ ലോകത്തിന്റെ സ്ഥിതിയാണ് ഇതിൽ ചർച്ച ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിൽ പഠിക്കേണ്ടത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളത്. വേൾഡ് വാർ 1, ഒന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ കോൾഡ് വാർ, ശീതയുദ്ധത്തെ അല്ലെ. ഒന്നാം ലോകവും രണ്ടാം ലോകവും കഴിഞ്ഞിട്ട്, മഹാലോക യുദ്ധങ്ങൾ കഴിഞ്ഞിട്ട് 1955 അല്ലെങ്കിൽ 60 കാലഘട്ടം മുതൽ 1980, 90 കാലഘട്ടം വരെ നീണ്ടു നിന്ന ചില ശീതയുദ്ധം അല്ലെ, ശീതയുദ്ധ കാലഘട്ടത്തെ കുറിച്ചും നമുക്കിതിൽ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ റഷ്യൻ റവല്യൂഷൻ അല്ലെ. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ചില റവല്യൂഷൻസ് ആണ് റഷ്യൻ റവല്യൂഷൻസ്, അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന സോഷ്യൽ ചേഞ്ചസ് കാരണമായിട്ടാണ് റവല്യൂഷൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് അല്ലെ. അതേപോലെ തന്നെ ഇതിൽ പഠിക്കാനുള്ളതാണ് കോസസ് ആൻഡ് ഇമ്പാക്ട്സ് ഓഫ് വാർ. എന്തൊക്കെയാണ് ഈ റെവല്യൂഷൻസ്? നമ്മൾ നേരത്തെ കുറെ പറഞ്ഞല്ലോ, വേൾഡ് വാർ 1 പറഞ്ഞു, വേൾഡ് വാർ 2 പറഞ്ഞു, കോൾഡ് വാർ പറഞ്ഞു, റഷ്യൻ റെവല്യൂഷൻ പറഞ്ഞു. ഇതിന്റെയൊക്കെ കാരണങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇമ്പാക്ട്സ് ഓഫ് വാർ, ഇത്രയും വലിയ യുദ്ധങ്ങൾ നടന്നിട്ട് അതിന്റെ ഇമ്പാക്ട് എന്താണ്, അതിന് ശേഷം സംഭവിച്ചത് എന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതേപോലെ തന്നെ കോൾഡ് വാർ ബ്ലോക്സിലെ, കോൾഡ് വാർ സമയത്ത് ഈ ലോകം 2 ബ്ലോക്സിലായിരുന്നു, 2 ബ്ലോക്സ് ആയിരുന്നു. ഏതൊക്കെയായിരുന്നു? ഒന്ന് അമേരിക്ക, ഒന്ന് USA, ഒന്ന് USSR എന്നിട്ട് 2 ബ്ലോക്സിലായി തിരിഞ്ഞിരിക്കുകയായിരുന്നു. അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ചേഞ്ചസ് ഇൻ വേൾഡ് പൊളിറ്റിക്സ്, ഇതൊക്കെ എങ്ങനെയാണ് വേൾഡ് പൊളിറ്റിക്സിലുള്ള മാറ്റങ്ങൾ ഉണ്ടായത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു 5ാമത്തെ ടോപ്പിക്സ് 20th സെഞ്ചുറി വേൾഡിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. 6ാമത്തത് എവല്യൂഷൻ ഓഫ് ദി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ കൾച്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള കൾച്ചർ, അതേപോലെ തന്നെ സ്റ്റേറ്റ്സിന്റെ എവല്യൂഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. ഏർലി സ്റ്റേറ്റ്സ്, ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നത്, അതിന്റെ എവല്യൂഷൻ എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ കൊളോണിയൽ സ്റ്റേറ്റ്സിന്റെ എവല്യൂഷൻ എങ്ങനെയായിരുന്നു, അതിന്റെ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. മിഡീവൽ സ്റ്റേറ്റ്സ്, കൾച്ചർ, കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആ സമയത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹിസ്റ്ററി എന്ന വിഷയത്തിൽ നമുക്ക് മെയിനായിട്ട് ചർച്ച ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് വരുന്ന വീഡിയോയിൽ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ്.